അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച്, നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണയില്ലേ, അതും മാറ്റണം. നമ്മൾക്ക് അത് എപ്പോഴും ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് റിസ്ക് പിടിച്ച പരിപാടി എന്ന് പറയണത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ധാരണ മാറ്റണം. ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഉടനടി പരിഹാരമാണ്, ഉടമ്പടി പരിഹാരം നടക്കും. പക്ഷെ അതിൻ്റെ ലക്ഷ്യം അത് മാത്രമല്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ധാരണകൾ നമ്മൾ ചേഞ്ച് ആക്കണം. നമ്മുടെ നിലപാടിലൂടെ, നയത്തിലൂടെ, സമീപനത്തിലൂടെ. അത് നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള ധാരണ. ഇപ്പം നിങ്ങൾ 1 തെസ്സലോനിക്കൻസ് 5:16 എടുത്ത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. തന്നെയല്ലേ അത്. ഫിലിപ്പിയർ 4:6 തന്നെ. അത് എന്താണ് പറഞ്ഞേ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പൊ ദൈവത്തിന്റെ ധാരണ ഇതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ധാരണയുണ്ട്. ആ ധാരണയിലേക്ക് നമ്മൾ വളർന്നു വരണം. പിടിയാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഒരു ചാർട്ടേഡായിട്ടുള്ള ധാരണയുണ്ട്. എന്തൊക്കെയാണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് വിഷയം. മനസ്സിലായില്ലേ? പിന്നെന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. പിന്നെന്താണ്? എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ചാൽ ദൈവം ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യണില്ല. എന്താ പറയണത്? നീ തോറ്റാലും മാർക്ക് കുറഞ്ഞാലും നിൻ്റെ കൂടെ നിൽക്കുന്ന സ്വിറ്റ്സർലൻഡിലേക്ക് പോയാലും നീ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് വിഷയം. ദൈവ പൈതലാണ് നീയെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെന്താണ്? എന്തെല്ലാം ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. എന്താ കാര്യത്തിലറിയാവോ? നീ നടക്കേണ്ട വഴി കൃത്യമായിട്ടും ദൈവത്തിൻ്റെ കൈവെള്ളം എഴുതി വെച്ചിരിക്കുക. ഐ ഹാവ് കാവ്ഡ് ഔട്ട് ഇൻ മൈ പാ. എന്ത് രസമാണ് കേൾക്കാൻ. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണെന്ന്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയുമെന്ന്. അപ്പോൾ മുഖത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? കയ്യിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയല്ലേ. ഇൻറ്റിമസിയാണ് പറയണത്. ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇൻറ്റിമസി ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം തന്നെ നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നുവെച്ചാൽ ഓരോരുത്തൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് കൃത്യതയുണ്ട്. നമ്മൾ എപ്പോഴും ദൈവഹിതം എന്താണെന്ന് നോക്കണം. ദൈവഹിതം എന്താ? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണയാണ് ദൈവഹിതം. എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഇപ്പോൾ എനിക്ക് കുറച്ച് ഡിസീസൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എൻ്റെ ഈ കൂടെയുള്ള ഈ ജോമോളും അച്ഛനുമൊക്കെ അവർ എന്നെ ഈ കാര്യത്തിൽ ദുഃഖിച്ച് കണ്ടിട്ടുണ്ടാവില്ല. എപ്പോഴും കണ്ടത്തില്ല. ഞാൻ ഭയങ്കര സ്മാർട്ടാണ്. അത് ഇപ്പം തന്നെ ചുമയൊക്കെ പിടിച്ച് രാത്രി ആവിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇവിടെ നിന്ന് വേർത്തിട്ട് ബനിയം വരെ അകത്തുകൊണ്ട് പിഴിഞ്ഞിട്ട് ബനിയത്തകത്തോട്ട് വെള്ളം അകത്ത് കയറിയിട്ട് രാത്രി പനിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തിരി പേടിയായിരുന്നു. ഇന്ന് ഇങ്ങനെ സ്വരമൊക്കെ പോകും, വല്ല കുഴപ്പമുണ്ടാകുന്നൊക്കെ പേടിയായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ വരുമ്പോഴും നമ്മളോട് എന്താ പറഞ്ഞിരിക്കണത്? എപ്പോഴും സന്തോഷത്തിലിരിക്കുക. പിന്നെന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. പിന്നെന്താണ്? എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ടും. അല്ലാതെ നിനക്ക് വിജയം തരുന്ന കാര്യം മാത്രമല്ല, എല്ലാവർക്കും വിജയം തരുന്ന കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദി പറയണം. അതായത് എപ്പോഴും എൻ്റെ പ്രശ്നം വെച്ചാൽ ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് 2 മാസമൊക്കെ രാത്രി കിടന്ന് കരയുമായിരുന്നു. 2 മാസം. അതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ അപ്പൻ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിച്ചു പോയത്. അപ്പോൾ എനിക്ക് വേണ്ടി ആ 10ാം ക്ലാസ്സിൽ പിരിയണ സമയത്ത്, മോഡൽ എക്സാം സമയത്ത് ഓട്ടോഗ്രാഫ് വാങ്ങിക്കണം. അപ്പം അപ്പൻ ഭയങ്കര കൃഷിക്കാരനാണ്. അപ്പോൾ തന്നെത്താൻ തന്നെ ഒരു കൊല വെട്ടിയെടുത്ത് തോളെ വെച്ചുകൊണ്ട് കടയിൽ പോയി അത് കൊടുത്തിട്ട് എനിക്ക് ഓട്ടോഗ്രാഫ് മേടിച്ചുകൊണ്ട് വന്ന്. അതെനിക്ക് ഓർത്ത് സഹിക്കാൻ പറ്റുന്നില്ല. ആ അപ്പനാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മരിച്ചു പോയത്. അപ്പോഴും എനിക്ക് ഞാൻ ഒറ്റയ്ക്കൊരു കൾസം കൊടുത്താണ് സെമിനാരിൽ പോയി ചേരണത്. അപ്പം അതുകൊണ്ട് അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവാത്ത വേദന വരും എപ്പോഴും. പിന്നെയാണ് ഞാൻ ഓർക്കുന്നത്, അപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇടവക വൈദ്യനായിട്ട് വിടത്തില്ല. അപ്പൻ ഈ ഇടവക വൈദ്യനായിട്ട് ഭയങ്കര ഗുസ്തിയായിരുന്നു ആദ്യകാലം പോലെ. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, റിലീജിയസാണ് നല്ലത്, നീ റിലീജിയസിന് പോയാൽ മതി എന്ന്. അപ്പം ഞാനതനുസരിച്ച് റിലീജിയസിന് പോകാൻ വേണ്ടി തന്നെയാണ് ഒരുങ്ങി നടന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞത് ഈ രൂപത ജീവിക്കണതും റിലീജിയസ് തന്നെയാണ്. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നല്ല പ്രശ്നം,
നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്ഥലത്തിനല്ല പ്രശ്നം, സംവിധാനത്തിനല്ല പ്രശ്നം. ഏത് സംവിധാനത്തിൽ പോയാലും ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിനൊരു ധാരണയുണ്ട് നമ്മളെക്കുറിച്ച്. അപ്പോഴെന്നാ പറ്റിയത്? ഇപ്പോഴേക്ക് തോന്നുന്നത് എന്താണ്? അപ്പൻ വലിയ കിടപ്പൊന്നുമില്ലാതെ നേരത്തെ കർത്താവിൻ്റെയൊക്കെ പോയില്ലേ? അന്ന് എനിക്കത് മനസ്സിലായില്ലേ, ഇന്ന് എനിക്കത് മനസ്സിലായി. അപ്പോൾ എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും. ദൈവപൈതൽ അങ്ങനെയാണ് ചെയ്യണത്. അല്ല ദൈവം എന്നോട് ചെയ്തത് എല്ലാവർക്കും ഭർത്താവുണ്ടല്ല, എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിച്ചതൊക്കെ പെറ്റല്ല, പിള്ളേരെ കൊണ്ട് നടക്കണ്ടല്ല, എനിക്ക് മാത്രം ഒരു കുഞ്ഞിക്കാരെ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ പട്ടി കാറവിടെ കാറിക്കൊണ്ട് നടക്കത്തിരിക്കലും അതൊന്നും പ്രാർത്ഥനയല്ല ശരിക്കും പറഞ്ഞാൽ. എന്താണ്? അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നീ ദൈവദൃഷ്ടിയിൽ വരുമ്പോൾ എന്താണ്? എപ്പോഴും സന്തോഷത്തിലേക്ക്. എന്താ കാര്യം? ഈ ഒരു അവസ്ഥയിൽ തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പം നിനക്ക് മക്കളില്ല, അത് വിചാരിച്ചോ? മക്കളെ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷേ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ മാക്സിമം ഈ 90% കിട്ടണ കേസേ ഇവിടെ ഉള്ളൂ, കിട്ടാത്ത കേസ് അപൂർവമാണ്. പക്ഷേ എന്നാലും കർത്താവിൻ്റെ നിലപാടെന്താണ്? ധാരണ എന്താണ്? നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ. അതാണ് വിഷയം. ആ പഴയ കാലങ്ങൾ ഓർത്തിട്ട് അയ്യോ ഞാനന്ന് പറഞ്ഞതാണ്, എന്നൊക്കെ കാനഡയിൽ വിടാൻ പറഞ്ഞതാണ്, ഞാനിപ്പോൾ എവിടെ ഇരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അപ്പനെയും അമ്മയും ചത്തുപോയ അപ്പനെയും അമ്മേനെ മുഴുവൻ ആയിക്കൊണ്ട് നടക്കണ കുറേ തലതെറിച്ച പിശാചുക്കളുണ്ട്. ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വിഷയങ്ങൾ എൻ്റെ കർത്താവ് ഒന്നും സംഭവിച്ചിട്ടില്ല, നിന്നെക്കുറിച്ച് ഇതാണ് ദൈവഹിതം എന്നുണ്ടെങ്കിൽ ആ ദൈവഹിതം അക്സെപ്റ്റ് ചെയ്തിട്ട് നീ സന്തോഷമായിട്ടിരിക്കണം. എപ്പോഴും എന്താ സൗജന്യം? എന്താണ്? എപ്പോഴും സന്തോഷിച്ചിരിക്കുക. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ജീവിതമല്ലേ? അവിടെയാണ് എന്താ പ്രശ്നം? നമ്മളെ എന്ത് കിട്ടിയാലും പോയാലും നമ്മളെപ്പോഴും പറയുമ്പോൾ മറ്റതാണ് ശരി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചില വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ? ചില പട്ടികളെ, കൊച്ചു പട്ടിനെയും വലിയ പട്ടിനെയും കൂടി ജയമാനന്മാർ നിർത്തിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ മറ്റേ പട്ടിയെടുത്ത് പാത്രത്തിൽ എന്തൊക്കെയാണ് കിട്ടണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും പട്ടി. എന്നിട്ട് കിടന്ന് എന്ന് കരക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയെന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. മനസ്സിലായില്ലേ? മറ്റുള്ളവർ എവിടെ പോയെന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. എപ്പോഴും ഓർത്തേക്കണം. മറ്റുള്ളവർ എവിടെ പോയാലും നിന്നാലും വന്നാലും പോയാലും നീ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ നിനക്ക് സന്തോഷമാകുന്നതിന് കുഴപ്പമില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ വചനം തെറ്റത്തില്ല. എന്താണ്? എപ്പോഴും സന്തോഷിച്ചിരിക്കുക. പിന്നെന്താണ്? ഇടറവില്ലാതെ പ്രാർത്ഥിക്കുക. പിന്നെന്താണ്? എല്ലാ കാര്യങ്ങളും കൃതജ്ഞ. അപ്പോൾ അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണ. ആ ധാരണയിലേക്കാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം തുഴഞ്ഞെത്തേണ്ടത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ധാരണയിലേക്ക് ആധ്യാത്മിക തുഴഞ്ഞെത്താൻ എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.